ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് അരശുമൂട് കുഴിവിള റോഡിൽ ഇവിടെ ഇടറോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നത് പതിവ്. അങ്ങനെ ദുരിതങ്ങളിൽ പൊറുതിമുട്ടിയ ഒരു ജനത സമരത്തിലേക്ക് നീങ്ങുകയാണ്. അവരുടെ പരസ്യ പ്രതിഷേധം കാണുന്നത്. ഈ വിഷയമാണ് ഇന്ന് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരിതത്തെക്കുറിച്ച് ഇവരോട് തന്നെ ചോദിക്കാം. ഈ അരശുമൂട് കുഴിവിള റോഡ്, ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് എത്ര വർഷമായി? 8 വർഷമായി. എന്താണ് കാര്യം? അധികാരികളുടെ അനാസ്ഥ, ജനങ്ങളോടുള്ള ഒരു വ്യക്തി വൈരാഗ്യം പോലെയാണ് അവരിവിടെ ഇങ്ങനെ ഈ പണികൾ നടത്തി ജനങ്ങൾക്ക് നടക്ക് പോലും പറ്റാത്ത അവസ്ഥയിൽ റോഡിനെ മാറ്റി. എന്ത് പണികളാണ് നടക്കുന്നത്? അവിടെ ആദ്യം നടന്നത് 2018 സീവേജ് ലൈനിൽ വന്ന് പണി തുടങ്ങി. കരാറുകാർ 5-6 പേര് മാറി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റോഡിനെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി. അവസാനം റോഡ് ഒരു കുണ്ടും കുഴി, അതായത് റോഡിൻ്റെ നടുക്ക് കിണറുകൾ പോലെ 8 മീറ്റർ താഴ്ചയുള്ള കിണറുകൾ പോലെയുള്ള കുഴികൾ അവിടെ എടുത്തിട്ട് അതിനകത്താണെങ്കിൽ വെള്ളം നിറഞ്ഞ് അത് അവിടുന്ന് ഓവർഫ്ലോ ചെയ്ത് അതും അങ്ങനെ വെള്ളക്കെട്ടായി മാറി. പിന്നെ രണ്ടാമത് ഗ്യാസിൻ്റെ ലൈൻ വന്ന് അങ്ങനെ അതും കുഴിച്ച് കുടിവെള്ള ലൈനുകളെല്ലാം പൊട്ടിച്ച് കുടിവെള്ളം ഇല്ലാതായി. ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടെന്ന് പറയുമ്പോൾ ഈ ടെക്നോ പാർക്കിൻ്റെ കമ്പനികളെല്ലാം മറ്റേ തെറ്റിയാർ തോടിലോട്ടാണ് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് പണ്ട്. അതിന് ആ വെള്ളം പോകുന്ന വഴിയിൽ ഈ ടെക്നോ പാർക്കിലെ കമ്പനികൾ കുറുകെ മതിൽ കെട്ടുകയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ആ വെള്ളം പോകാതാവുകയും വെള്ളക്കെട്ടുണ്ടാവുകയും, വെള്ളക്കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ളാറ്റുകളിൽ നിന്ന് തുറന്നു വിടുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളക്കെട്ടാണ്. ഏത് വർഷമാണ് ഇതിന്റെ പണി തുടങ്ങിയത്? 2018. എന്തുകൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് അവർ പറയുന്നത്? അന്വേഷിച്ചിരുന്നതിനെ കുറിച്ച് നമ്മളെ PWD ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ വാട്ടർ വെൽസിന് സറണ്ടർ ചെയ്തിട്ടുണ്ട്. വാട്ടർ വെൽസ് ചോദിക്കുമ്പോഴത്തേക്ക് അവർ മുടം തന്നെ ആണെന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചു. കുടിവെള്ള ദൗർലഭ്യതയ്ക്കെതിരെയും ജനങ്ങൾ നേരിടുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന വായു മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധ പദയാത്രയാണ്. എങ്ങനെയാണ് ഈ പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു ജീവിത ദുരിതം? വർഷങ്ങളായി ഈ പ്രദേശത്ത് റോഡ് കുഴപ്പമാക്കിയിട്ട് ഈ റോഡിന് വേണ്ടി നമ്മൾ എല്ലാവരെയും കണ്ട് ആരെ കണ്ടിട്ടും ആരും ഇതിനൊരു പ്രതികരണം ഉണ്ടായാലും MLA ആയാലും മന്ത്രി ആയാലും എല്ലാവരുമായിട്ട് സംസാരിച്ച് ആരും ഇല്ല. നാളെ ശരിയാക്കും, മറ്റന്നാൾ ശരിയാക്കും. ഇപ്പം അതിൽ നടക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ അവിടെ എല്ലാം കടകളുണ്ട്, മുഴുവൻ കടകളും പൂട്ടിപ്പോയി, റൂമുകൾ കിടക്കണം, എല്ലാം അടച്ച്. ഇനി ഇങ്ങോട്ട് പോകാം. അവിടെ ആരും ഒരു മനുഷ്യൻ ഒരു വാടകയ്ക്ക് ഒരു വീട് വെച്ചാൽ ആരും അങ്ങോട്ട് വരില്ല. ആ ഒരു കണ്ടീഷനിലാണ് ഇന്നത്തെ അവിടെ. വെള്ളമില്ല, വെള്ളം പോയിട്ട് 6 ദിവസമായി. റൂമുകളിൽ താമസിക്കുന്നവർ വെള്ളം കിട്ടാതെ റൂമുകൾ ഉപയോഗിച്ചു പോയി. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി ഇതിങ്ങനെ? ഇതിപ്പോൾ ആദ്യത്തെ മിനിസ്ട്രി കഴിഞ്ഞ് ഈ രണ്ടാമത്തെ മിനിസ്ട്രി ഇത്രയും വർഷമായി. ഇതുവരെയും ഒരു നടപടി വരുമ്പം പറയും ഞങ്ങളിത് ചെയ്ത് അത് ചെയ്ത് ഒന്നും നടപ്പില്ല. ഒരു 6-7 കോൺട്രാക്ടറായെന്ന് ഏതെങ്കിലും ഒരു നല്ല കോൺട്രാക്ടറെ വിളിച്ച് കൊടുത്താൽ പോരെ. എന്നിട്ട് അവർ ഏതെങ്കിലും കൊടുക്കും 5ാമത്തെ കോൺട്രാക്ടർ 6ാമത്തെ കോൺട്രാക്ടർ. ഇത് എന്തുകൊണ്ട് ഈ കോൺട്രാക്ടർമാർ ഇങ്ങനെ മാറണത്? അവർക്ക് ചെയ്യാൻ കൊടുക്കുക, അവരെന്താണെന്ന് ബുദ്ധിമുട്ട് അവർക്കല്ലേ അറിയാമല്ലോ. അത് നമുക്കറിയാൻ പറ്റില്ല, നമ്മളെ അറിയിക്കണതുമില്ല. നമ്മൾ പറയും ചോദിക്കുമ്പം പറയും ചെയ്യുന്നുണ്ട്, ഇപ്പം ചെയ്യും, അടുത്ത ആഴ്ച തീർക്കും, ഈ മാസം തീർക്കും, മാർച്ച് തീർക്കും. അങ്ങനെ ഇത് വർഷങ്ങളോട് മാർച്ച്. ഇപ്പം വെള്ളവും ഇല്ല അവിടെയുള്ള ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളവും. കാരണം ഈ വെള്ളം കുടിവെള്ളം വിതരണം തടസ്സപ്പെടാൻ കാര്യം കുടിവെള്ളം തടസ്സം ഇത് കൂടെ വന്ന് പൊട്ടിക്കുമ്പോൾ അവിടെ ബ്ലോക്കാവും. അവരടച്ചിട്ടിട്ട് അങ്ങ് പോകും. പിന്നെ ഒരാഴ്ച 2 ആഴ്ച വെള്ളം കാണില്ല. അവിടെ നിൽക്കണവർക്ക് വെള്ളം കുടിക്കാൻ വെള്ളവും കിട്ടില്ല. ഇതെങ്ങനെ ഈ റോഡ് ഇവർ 5-6 കോൺട്രാക്ടർമാരാക്കി അവരവിടെ പൊട്ടിക്കും. ലൈൻ ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ അവർ പൊട്ടിച്ചു. മഴ പെയ്താൽ എങ്ങനെയാണ് സാർ? മഴ പെയ്താൽ അവിടെ 1-2 കുളമുണ്ട് ബാക്കിൽ. അവിടെ ഈ എല്ലായിടത്തെയും വെള്ളം, മുകളിലെ വെള്ളം എല്ലാം വന്ന് അവിടെയാണ് ഇറങ്ങുന്നത്. ആ വെള്ളം വന്നിങ്ങ് റോഡിൽ കയറും. ഈ ഇൻഫോസിസിന് സ്ഥലം എടുത്ത് കൊടുത്ത്
സ്ഥലം എടുത്ത് കൊടുത്ത് ആ വെള്ളം ഈ തോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അടച്ചയിൽ ആ തോട്ടിലോട്ട് പോകാൻ സ്ഥലമില്ല, ചെറിയ ഒരു ചാല് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ആ വെള്ളം അവിടെ കിട്ടൂല, കുടിവെള്ളം. അപ്പോൾ ആ വെള്ളം അത്രയും റോഡിൽ പൊങ്ങി അടുത്ത വീടുകളിലെല്ലാം വെള്ളം കയറിയാണ്. അങ്ങനെ ആകെ വളരെ ബുദ്ധിമുട്ടിലാണ് ആ ഏരിയയിലുള്ള എല്ലാവരും. ഇത്തരത്തിലാണ് ഇവരുടെ സാഹചര്യം. മഴ പെയ്താൽ ചെളിക്കുളം, അതാണ് അവസ്ഥ. എങ്ങനെയാണ് കേട്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ? മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയാൻ മഴ പെയ്യുമ്പോഴുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിൽ 8 വർഷത്തോളമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തുടരുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ള തീരുമാനത്തിലൂടെയാണ് ഈ ഒരു ജാഥ സംഘടിപ്പിച്ചിറക്കിയത്. എവിടെയാണ് താമസം? എവിടെയാണ്? അരിശമൂട് ഭാഗത്ത് തന്നെയാണ്. വീട്ടിന്റെ മുൻപിലൊക്കെ ഇതാണോ റോഡിന്റെ സാഹചര്യം? അതെ, ഇതാണ് സാഹചര്യം. എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒക്കെ പരാതിപ്പെട്ടിരുന്നോ? നിരന്തരം ജനപ്രതിനിധികളൊക്കെ കണ്ടിരുന്നോ? എന്താണ് അവർ പറയുന്ന മറുപടി? ഇല്ല, എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള പരിപാടി ഉടനെ റോഡിന് ടെൻഡർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ബസ്സുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത്. എന്താണ് അതിന്റെ സാഹചര്യം? ബസ്സുകൾ വരാനായിട്ട് 8 വർഷത്തോളം 8 വർഷമായിട്ട് ബസ്സില്ല. ഈ റൂട്ടിൽ കുത്തിപ്പൊളിച്ചിട്ടിട്ട് പിന്നെ റെഡിയാക്കുന്നില്ല, ഒന്നുമില്ല. ആൾക്കാർക്ക് നടന്നു പോകാൻ വഴി നിവർത്തിയില്ല. ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. ആ അവസരത്തിൽ ഇതെല്ലാം ഇവർ ഭൂമാഫിയർക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണിത്. മഴ പെയ്താൽ പിന്നെ നടക്കാൻ പറ്റില്ല, 1 ഇഞ്ച് നടക്കാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ട് സ്കൂളിൽ ഇപ്പോൾ ഒന്നിനും വഴിയില്ല, ഒരു നിവർത്തിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 8 വർഷമായി ഇത് പൊളിച്ചിട്ടിട്ട് റോഡ്. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലൂടെ അധികാരികളുടെ കണ്ണുറപ്പാക്കാനാവുന്ന പ്രതീക്ഷയുണ്ടോ? തുറപ്പിക്കണം. അതിനായിട്ട് തന്നെയാണ് നിങ്ങൾ ഇറങ്ങിയത്. മിണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനി മിണ്ടിയേ പറ്റുള്ളൂ. ഈ സ്കൂൾ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണോ ഈ സാർ? ഭയങ്കര ബുദ്ധിമുട്ട്. സ്കൂൾ ബസ്സൊന്നും വലിയ പോകാൻ നിവൃത്തിയില്ല. ഇപ്പോൾ അവരും എല്ലാം മേലെ വേറെ റോഡ്, ആ മേലെ റോഡ് വഴിയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് അമ്മ ഇവിടെ ആദ്യം VSSയിൽ 100 കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത് പ്ലെയിൻ ഗ്രൗണ്ട്, അവിടെ നിന്ന് ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. മൂന്നാമത് റെയിൽവേ സ്റ്റേഷൻ, അവിടെ അത്രയും ആളുകളും ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാര്യവട്ടം ഇതുവഴിയാണ് പോണത് ക്യാമ്പസ്. അത് വൈകിട്ട് ഇപ്പം അവിടെ ഇല്ലാത്ത ഒരു വികസനവും ഇല്ല. പക്ഷെ ആളുകൾക്ക് നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ടാങ്കർ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ്? ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് ഒരു ടാങ്കർ വരാൻ പറ്റില്ലല്ലോ അല്ലേ? ടാങ്കർ വരാൻ പറ്റില്ല. ഒരു മാസം വരെ ആയി ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ ആയിട്ട്. പിന്നീട് ഇപ്പോൾ വഴക്ക് കൂടി ഇപ്പം കുറേശ്ശെ വെള്ളം വിടണം. 1.5 അടം വിടണം വെള്ളം പൈപ്പിൽ. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇല്ല. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? ഞാൻ ജനിച്ചതേ ഇവിടെ തന്നെ. എത്ര നാളായി ഇങ്ങനത്തെ റോഡിന്റെ സാഹചര്യമൊക്കെ? 8-9 വർഷമാകുമെന്ന് തോന്നുന്നു. അത് ഇമ്പോസിസ് വന്നപ്പോഴത്തേക്ക് അവർ എല്ലായിടവും അടച്ച് വെള്ളം പോകാൻ വഴിയില്ല. പിന്നെ കിണറ്റിലെ വെള്ളമൊക്കെ കളർ മാറി. പിന്നെ നല്ല കുടിവെള്ളം ഇല്ല. പിന്നെ സെപ്റ്റിക് ടാങ്കുകൾക്ക് ഒരു നിവർത്തിയില്ല. എന്നും കോരാനേ സമയമുള്ളൂ. കാര്യം ഊറ്റി നിൽക്കണോണ്ട് കാര്യമില്ല. ഈ റോഡിന്റെ കാര്യമൊക്കെ പരാതിപ്പെട്ടിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ? നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഒടുവിൽ നിവർത്തിയായിട്ടാണ് ഇറങ്ങിയത് എല്ലാവരും കൂടെ. ഇറങ്ങിയത് ഒരു തരത്തിലും നിവർത്തിയില്ല. കാര്യം നടക്കാനും പറ്റൂല. ഒരു ആട്ടോ വിളിച്ചാൽ വരില്ല. ബസ്സില്ല. ബസ് വന്നുകൊണ്ടിരുന്ന റോഡാണ്. അപ്പോൾ ഇങ്ങനെയായാൽ നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കേസല്ല ഇത്. ചുരുങ്ങിയത് ശരിക്കും ഇത് 9 വർഷത്തോളമായി. നമ്മുടെ സർക്കാരുകൾ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇത് പല തവണകളായിട്ട്, അതായത് ഇത് ഒരു കോൺട്രാക്ടറും ഇതുവരെ ഒരു വർക്കും എടുത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ഓരോ കോൺട്രാക്ടർ എടുക്കുമ്പോൾ അവരുടെ തോന്നിയ വാസങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രദേശവാസത്തുള്ള ആൾക്കാരുടെ ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ടുമുണ്ട്. ഒന്ന് കുടിവെള്ളം, ഈ വെള്ളം എല്ലാം കിണർ ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ കിണറുള്ളവരുണ്ട്, പൈപ്പ് ലൈൻ ആശ്രയിക്കുന്നു. പൈപ്പ് ലൈനിൽ വെള്ളം ഇല്ല. അപ്പോൾ ഈ കിണറിനകത്തുള്ള വെള്ളം പോലും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മുടെ അധികാരികൾ കണ്ണ് തുറന്ന് ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് ചെയ്തു തന്നേ പറ്റൂ. ഈ 8 വർഷത്തിനിടയ്ക്ക് പരാതിപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പലയിടത്തും പല പ്രാവശ്യം. ഇപ്പം മന്ത്രിമാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇതിൻ്റെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ലക്ഷറി കാറിൽ പോകും, ലക്ഷറി വില്ലയിൽ താമസിക്കും, വീടുകളിൽ താമസിക്കും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ട് ആരറിയും? അവർ വരും, ഓരോന്ന് പറയും, ഓരോ ഒഴിവും ഒക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവരിൽ നിന്ന് ഒരു ഇതും കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ റോഡും ഈ വെള്ളപ്രശ്നവും കുടിവെള്ളവും നമുക്ക് പരിഹാരം കണ്ടേ പറ്റും. ഈ ജലസേചന മന്ത്രി 2-3 തവണ വന്നു എന്നൊക്കെ നിങ്ങളുടെ നോട്ടീസ് കണ്ട്. അപ്പോൾ എന്താ പ്രാവശ്യം ഇതെല്ലാം അവരുടെ ഓരോ ഷോയാണ്. അവർക്കെല്ലാം വാഹന സൗകര്യങ്ങളും
നമ്മുടെ പരാതികളൊന്നും അവർക്ക് അംഗീകാരമല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അതാണ് വിഷയം. ഇത്രയും ജനങ്ങൾ ഇത്രയും 8 വർഷം കൊണ്ട് ഇന്ത്യക്കകത്ത് ഒരു റോഡ് പോലും കാണില്ല. ഇങ്ങനെ ഇത്രയും വർഷം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കി. അപ്പോൾ ജനങ്ങളൊന്നിനും പ്രതികരിക്കുന്നില്ല, ആരും രംഗത്ത് വരുന്നില്ല, പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ ഇത് വെച്ച് അവർ മുതലെടുക്കുകയാണ്. ഇപ്പോഴാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഇവർ രംഗത്തിറങ്ങി തുടങ്ങിയതും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിതിന് അത്രയും പെട്ടെന്നൊരു പരിഹാരം ചെയ്തു തന്നേ പറ്റും. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? മഴ പെയ്യുമ്പോൾ നോക്കില്ല, വയലാണ്. മഴ പെയ്താൽ വയലാണ്. നല്ല വേനൽ സമയമാണെന്നുണ്ടെങ്കിൽ പൊടി. ജനങ്ങൾ, വയസ്സായ ആൾക്കാർ, റോഡ് സൈഡിലുള്ളവരെല്ലാം ആസ്മ രോഗികളായി, രോഗം ഇല്ലാത്തവരെ രോഗികളായി. ഒരു സ്ത്രീക്ക് ഇറങ്ങി യാത്ര ചെയ്യാനൊക്കില്ല. സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. യൂട്രസ് പ്രശ്നമുള്ള സ്ത്രീകൾക്ക് ഇറങ്ങി ആട്ടോയിൽ പോയി കഴിഞ്ഞാൽ 1 വർഷം ഒരു ബെഡ് റെസ്റ്റ് എടുക്കണം. രോഗിയെ കൊണ്ടുവന്ന് നിവർത്തിയില്ല, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അധികാരികൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആംബുലൻസ് വരാനാണെങ്കിലും വഴി വേണമല്ലോ ഒരു അത്യാവശ്യത്തിന്. അതെ, തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ആവശ്യം, അതാണ് നമ്മുടെ ഉദ്ദേശവും. ഈ സ്കൂള് ബസ്സൊക്കെ ഇതുവഴി വന്നിരുന്നത് ഇപ്പം നിന്ന് ബസ്സൊന്നുമില്ല. കുട്ടികളെയൊക്കെ ഈ മഴയത്ത് കുട്ടികളെയൊക്കെ എടുത്തോണ്ട് പോട്ടോ. അമ്മമാരും കുട്ടികളും എത്ര പേര് വീണിട്ടുണ്ട്, ഈ റോഡിൽ വീണിട്ടുണ്ട്. പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ബൈക്കിൽ പോയി യാത്ര ചെയ്യുന്നവർ വീണിട്ടുണ്ട്. ഓരോ സൈഡിൽ കുഴികളാണെന്നേ, അതമാതമ കുഴികളാണ്. രാത്രി വരണവരാണെന്നുണ്ടെങ്കിൽ കുഴിക്കകത്ത് പോകാറുണ്ട്. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിഷേധത്തിലും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു? നമ്മൾ ഈ ഒരു ഘട്ടം നമ്മളിപ്പം മര്യാദയ്ക്ക് നമ്മൾ ഇത് സമരം ചെയ്യുകയാണ്. നമ്മൾ നോക്കും അധികാരികൾ എങ്ങനെ കണ്ണ് തുറക്കുമോ ഇല്ല എന്നുള്ളത് നോക്കിയില്ലെങ്കിൽ അടുത്ത ഘട്ടം നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകും. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വണ്ടി വരെ പോയെന്നേ, ഓരോരോ വണ്ടിയൊക്കെ മെയിൻ്റനൻസ് പറഞ്ഞതിനൊന്നും ഒരു കണക്കില്ല. ഒരു ആട്ടോ അരശുമൂട് ജംഗ്ഷനിൽ ഇറങ്ങി ഒരു ആട്ടോ വിളിച്ച് ആട്ടോ വരിയില്ല. അവരും പറയണത് അവർക്ക് വണ്ടി സൂക്ഷിക്കണം, അവരെ വയറ്റി പഴപ്പാണ്, അവരെ വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള വിഷയങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിയാൽ അവരെ കണ്ണുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാണ് അധികാരികളുടെ നമ്മൾ ഇതുവരെ ജനങ്ങളെ അവർ മനസ്സിലാക്കിയില്ലേ. ഇനി ജനങ്ങളെ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കേണ്ട ഒരു കാര്യം. ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, ശക്തമായി മുന്നോട്ട് സർക്കാർ മുമ്പോട്ട് ഇപ്പം നോക്കിയില്ലെങ്കിൽ അടുത്ത ഘട്ടം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. മോളെ, എന്താണ് വീടിന്റെ അവിടെയൊക്കെ അവസ്ഥ? എന്താണ് വെള്ളം കുറേ ദിവസം കൊണ്ടില്ല. റോഡിന്റെ അവസ്ഥയോ? ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നാട്ടില് ദുരിതം എങ്ങനെയാണ്? കുടിവെള്ളമില്ല, യാത്രാ സൗകര്യമൊന്നുമില്ല. 10 വർഷമായിട്ട് നമ്മളെല്ലാം ദുരിതത്തിലാണ്. ദുരിതത്തിലെന്ന് പറഞ്ഞാൽ വണ്ടി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ വണ്ടി യാത്ര ചെയ്യാനോ, ഒരു രോഗിയായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനോ ഒരു തരത്തിലും ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ അറ്റം കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം? മഴ പെയ്യുമ്പോഴത്തേക്ക് സാഹചര്യം വളരെ മോശമാണ്. പല പ്രാവശ്യം ഈ ഡ്രെയിനേജിന് വേണ്ടിയുള്ള കുഴികൾ പലതും നമ്മൾ വണ്ടികൾ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇതൊന്നും വാർത്തയായിട്ടില്ല. പലർക്കും അവിടെ പ്രാദേശികമായിട്ട് നടക്കുന്നതിനും വണ്ടി ഓടിക്കുന്നതിനൊക്കെ അങ്ങേ അറ്റത്തെ ദുരിതം തന്നെയാണ്. ഈ സ്യൂവേജ് പമ്പ് അല്ലെങ്കിൽ സ്യൂവേജിന്റെ പണികളൊന്നും ഇത്രയും നാളെ ഇഴഞ്ഞ ഒരു ചരിത്രമല്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? ഇത് ആക്ച്വലി അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. കാരണം ഇത് ചെയ്തത് ആദ്യം തൊട്ട് തെറ്റായിട്ടുള്ള രീതിയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല, അതിനെക്കുറിച്ച് സ്റ്റഡി പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. പിന്നീട് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് ഇത് പറയുന്നത്. അവർ ഒരു എക്സ്പെരിമെൻറ്റ് പ്രോജക്റ്റ് പോലെ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾക്ക് അങ്ങേയറ്റം തരുന്ന രീതിയിൽ ഈ 10 വർഷവും ദുരിതം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. നിത്യം യാത്ര ഇതുവഴിയൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. വണ്ടി ഓടിക്കുന്നതാണ്. വണ്ടിയുടെ അടിഭാഗം അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങ് ദുരവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത് വയസ്സായ അമ്മയുണ്ട്. അമ്മയും കൊണ്ട് ആശുപത്രി പോകണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നീട് ആർക്കെങ്കിലും എസ്പെഷ്യലി ആർക്കെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഒരു സൗകര്യമില്ല. മോളെ സ്കൂളിൽ വിടാനായിട്ട് സ്കൂൾ ബസ് വരില്ല. അയാൾ എന്നും വഴക്കാണ്. ഞങ്ങൾക്ക് ഈ വണ്ടി കൂടെ വരില്ല, മറ്റേ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ നിങ്ങൾ സമാധാനം പറയുന്നതാണ് തിരിച്ചു വയ്ക്കുന്നത്. നമുക്കൊന്നും പറയാനില്ല, സത്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും ഹൈവേയിലോ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുക എന്നുള്ളൊരു പോംവഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന റോഡുകളിൽ കൂടെ ഇതുപോലൊരു പ്രതിഷേധം നടത്താൻ പോലും സാഹചര്യമില്ല. അതെ, നടക്കാൻ പോലും സാധിക്കും. നടന്നാൽ ആളഭയം ഉണ്ടാവും. അത്ര മോശപ്പെട്ട രീതിയിൽ കുഴികൾ, വലിയ വലിയ കുഴികളെടുത്ത് കിടങ്ങുകളെടുത്തിട്ട് അതിനെ അടപ്പിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു തരത്തിലുള്ള സേഫ്റ്റി അവർ തന്നിട്ടില്ല. അപ്പോൾ അത് ആരുടെ തെറ്റാണോ എന്നുള്ളതൊന്നും ഇല്ല. പക്ഷെ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു റോഡ് ആവശ്യമാണ്. അതിനുള്ള നികുതിയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 8 വർഷമായതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നമ്മൾ തുടക്കം മാത്രമായിട്ടുള്ളൂ. ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിനകത്ത് പാർട്ടിയോ ജാതി മതഭേദം ഒന്നുമില്ല.
അതിനകത്ത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിനൊരു പ്രതിഷേധം കടുപ്പിക്കും. ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, ഇത് മുന്നോട്ട് തന്നെ പോകും. നമ്മൾ അവസാനം കാണുന്നവരെയും പോയിരിക്കും. ഈ തിരുവനന്തപുരത്ത് പുറം ലോകത്തുള്ളവർ കാണുമ്പോൾ കഴക്കൂട്ടത്താണ് ഏറ്റവും കൂടുതൽ വികസനം, കഴക്കൂട്ടത്താണ് കാര്യങ്ങൾ. പക്ഷേ അവിടുത്തെ ഇടറോഡുകളുടെ സാഹചര്യം പലരും തിരിച്ചറിയാത്തൊരു സാഹചര്യമുണ്ട്. അതെ തീർച്ചയായിട്ടും. ഇത്രയും വികസിതമായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഇതിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു മോശം അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റോഡുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഈ റോഡ് പ്രോപ്പറായിട്ട് ആയിക്കഴിഞ്ഞാൽ ബൈപ്പാസ് നിന്ന് പല ആൾക്കാർക്കും ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റ് വഴിയൊക്കെ കയറാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള റോഡാണ്. ട്രാഫിക് ബ്ലോക്സ് അവോയ്ഡാവും. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യം. സ്വാഭാവികമായും പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഇത് നല്ല റോഡല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ റോഡല്ല ഇവർ പറയുന്നത് അരശുമൂട് കുഴിവിള റോഡാണ്. അതുവഴി നടന്ന് ഇത്തരമൊരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാഹചര്യം പോലുമില്ല. അത്തരത്തിലാണ് ആ റോഡിൻ്റെ അവസ്ഥ. അത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നതും. അങ്ങനെ നിവർത്തികെട്ട് ഒടുവിലാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. അമ്മ, എങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ? പറഞ്ഞില്ലേ, ഇവരെല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാൻ നിവർത്തിയില്ല. മഴ പെയ്താല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയസ്സായ അമ്മ എനിക്കുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുത്ത് ട്രോളിയിൽ കൊണ്ട് പോകേണ്ട ഗതികേടാണ്. എത്ര വർഷം കൊണ്ട് അനുഭവിക്കുന്നു. വരുമാനമൊക്കെ ഇതുപോലെ വണ്ടിയിൽ പോയിട്ട് അവിടെ സ്ലിപ്പായി വീഴുന്നു. 2-3 പ്രാവശ്യം അങ്ങനെ. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇറങ്ങൂല. നിവർത്തിയായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ജാഥക്കൊന്നും ഞാൻ വരില്ല. അപ്പോൾ ഒരു മോളും വരുമാനവും കൂടെ പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നേനല്ലേ, ഞാൻ വരൂല്ലായിരുന്നു. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം? കുടിവെള്ളം ഇപ്പം ഇല്ല. കിണറ്റിൽ പമ്പ് വെച്ചേക്കുന്ന അതിലില്ല. അത് പോട്ടെ, പിന്നെ പൈപ്പ് ലൈനിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇത്രയും മാസം കൊണ്ടില്ല വെള്ളം. ഈ വെള്ളമില്ലാത്തതിനെതിരെ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു എന്ന് ഇവർ കുറച്ച് പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് നടപടിയൊന്നുമില്ല. ഒരു നടപടിയും ഇല്ല. നമ്മളവിടെ പോങ്ങ പൊട്ടിച്ചെന്ന് അവിടെ പറഞ്ഞ് ഒരു കാര്യത്തിനും ആരും ഒന്നിനും വരണില്ല. ഒരു കാര്യവും നടക്കുന്നില്ല. അത്ര ബുദ്ധിമുട്ടിയാണ് ഇറങ്ങിയത്. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം റോഡിൻ്റെയൊക്കെ? മഴ പെയ്യുമ്പോൾ റോഡിൽ ഇറങ്ങാൻ പറ്റൂല. വെള്ളവും വണ്ടിയൊക്കെ അതിൻ്റെ താഴ്ന്നു പോകും. അങ്ങനെയൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. 1-2 വർഷമല്ല, 8-9 വർഷമായി. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു രക്ഷയും ഇല്ല. അല്ലെങ്കിൽ നമ്മളൊന്നും ഇറങ്ങൂല. ഇതിനൊക്കെ സഹികെട്ടാണ് ഇറങ്ങിയത്. ഈ വെയിലും കൊണ്ട് വന്നിട്ട് ഇനിയിപ്പം ജലദോഷമോ പനിയോ അടുത്ത ആശുപത്രി പോകേണ്ട ഗതികേട് വരും. ഇത്തരത്തിലൊരു പ്രതിഷേധം ഫലം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും ആൾക്കാരൊക്കെ ഇറങ്ങി ഫലം കണ്ടില്ലെങ്കിൽ ഇനി അടുത്ത എന്തോന്ന് അറിയാൻ പറ്റില്ല. അത്ര ബുദ്ധിമുട്ടിലാണ്. അതിലേക്ക് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ ആ റോഡ് ശരിയല്ല, ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതിലേ ശരിയല്ല. നമുക്ക് അരച്ചുമൂട്ടി വരണമെങ്കിൽ ഇവിടെ റൈപ്പറിൻ്റെ അവിടെ വരണമെങ്കിൽ ഇതിലേ ചുറ്റി ഇറങ്ങി വരണം. ഒരു അത്യാവശ്യത്തിന് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റില്ല. മഴ പെയ്താൽ ഇറങ്ങണ്ട വെളിയിൽ. അത്ര ഗതികേടിലാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഈ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ അതുവഴി വന്നിട്ടുണ്ടോ? കണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇതാണ് അവസ്ഥ? അല്ല, അവർ ഇലക്ഷൻ സമയത്ത് വരും. ഒരുപാട് പ്രാവശ്യം വരും. അത് കഴിഞ്ഞ് അവരെ കാണാൻ പോലും ഇല്ല. ഇലക്ഷൻ സമയത്ത് വരും. ഒരുപാട് 5-6 പ്രാവശ്യം വരും. വന്ന് വണങ്ങിയിട്ട് പോകും. പിന്നെ നമ്മൾ അവരെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. അവരെ വഴി വരെയില്ല, കാണാനും ഇല്ല. നമ്മൾ അത്ര ദുരിതത്തിലാണ്. 2016 കരിമണൽ ഭാഗത്ത് സ്വീവേജിന്റെ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പദ്ധതി ആവിഷ്കരിക്കുകയും അതിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുകയും തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് കരിമണൽ ഭാഗത്ത് ചെന്ന് സ്റ്റേ ചെയ്ത് വന്നിരുന്ന ബസ് നമ്മുടെ ഈ തമ്പുരാൻമുക്ക് ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ക്രമേണ 5ഓളം ബസ്സുകൾ ഉണ്ടായിരുന്ന ഈ റൂട്ടിൽ ഒരു ഓട്ടോ പോലും പോകാത്ത ഒരു അവസ്ഥയിലേക്ക് കുത്തിപ്പൊളിച്ചിടുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. മഴ പെയ്തു കഴിഞ്ഞാൽ നെഞ്ചറ്റം വെള്ളത്തിൽ മുങ്ങി ഞങ്ങൾ നീന്തി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. കൃഷ്ണന്റെ കഥ പറഞ്ഞ കണക്ക് കൃഷ്ണനെ വെള്ളപ്പൊക്കത്തിലെ ഉരുളിക്കകത്ത് വെച്ച് കൊണ്ടുപോയതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ തോളിലേറ്റിയും ചുമലിലേറ്റിയും സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോകാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രം നടന്നു പോകാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് ഏകദേശം 4.5 കിലോമീറ്റർ ചുറ്റിയാണ് പോകുന്നത്. തമ്പുരാമുക്കിൽ ബസ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒന്നുകിൽ 80 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം സഞ്ചരിച്ചാൽ മാത്രമേ എനിക്ക് എന്റെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. ഒരു എമർജൻസി കേസ് വന്നാൽ പോലും, ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അത്യാപത്തോ സംഭവിച്ചാൽ പോലും ഒരു ആംബുലൻസോ ഈവൻ ഒരു ഓട്ടോറിക്ഷ പോലും കടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പൊ നിങ്ങൾ തന്നെ കവറേജ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റോഡിന്റെ പല ഭാഗങ്ങളിലും കിടങ്ങുകൾ പോലെയാണ് കുഴികൾ കുത്തിയിട്ടിരിക്കുന്നത്. വെള്ളവും കൂടി വന്ന് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഇതിനകത്ത് പെട്ട് ആപത്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെയിലിയുള്ള യാത്രയൊക്കെ എങ്ങനെയുണ്ട്? യാത്ര നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ശരിക്കും അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ റോഡ് വഴി ഒന്ന് യാത്ര ചെയ്താൽ മനസ്സിലാക്കാം. അത്ര ദുരിതമാണ്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ്. ബസ്സൊന്നും വരില്ല. പിന്നെ അവരതേ ചെളിയിലും ഇത് സ്കൂൾ യൂണിഫോം മുഴുവൻ മോശമായിട്ടാണ് അവർ സ്കൂളിലെത്താറ്.
അപ്പോൾ അതിന് ഇപ്പം 5-6 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് അനുഭവിക്കുകയാണ്. ഞാനിവിടെ വന്നത് മുതൽ 2018 വന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേ അവസ്ഥ തുടങ്ങിയിട്ട് ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. കുട്ടികൾക്ക് സ്കൂൾ ബസ് വരാത്തപ്പോൾ അവരെങ്ങനെയാ നടന്നു പോകണം? അരിശുമൂട് വരെ പോകണം. അതുവരെ പോയി മാത്രമേ ബസ് അവർക്ക് കിട്ടുകയുള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് പോകില്ല, രക്ഷിതാക്കൾ കൂടെ പോകേണ്ടി വരും. ഞങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം ചെളിയിൽ താഴ്ന്നിട്ടുമുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. ചില സമയത്ത് റോഡിൻ്റെ നടുക്ക് കുഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനും ബുദ്ധിമുട്ടാണ്, കുട്ടികളെയും കൊണ്ടൊക്കെ പോകാനായിട്ട്. പിന്നെ വണ്ടിയൊന്നും ഞങ്ങൾക്ക് അതുപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, ബുദ്ധിമുട്ടാണ്, നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വന്നത്, കാല് വയ്യാഞ്ഞിട്ട് പോലും വന്നത് അതുകൊണ്ടാണ്. ഇത്രയും വർഷമായിട്ട് ബസ്സില്ല. ബസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീടിന് നടവരെ ബസ്സിൽ വരാൻ പറ്റും. പക്ഷേ ഇത് നല്ല ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവർക്കാണ് ഒത്തിരി. അതെ, കുഞ്ഞു മക്കളെയും കൊണ്ട് സ്കൂളിലൊക്കെ പോകുന്നവർ ഇവിടുന്ന് ഓട്ടോ പോലും വരില്ല, അവരെടുത്ത് നടക്കേണ്ട അവസ്ഥയാണ്. നിവർത്തികേട് കൊണ്ട് എല്ലാവരും ഇറങ്ങിയതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? റോഡുകളുടെ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ റെന്റൽ അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു മനുഷ്യൻ വരണില്ല. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, റെന്റ് ഈ റോഡിന്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് വരാം. തീർച്ചയായും. കുടിവെള്ളത്തിന്റെ എങ്ങനെയാണ്? അത് 40-45 ദിവസമായിട്ട് വെള്ളം വരുന്നില്ല. അവരുടെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ കിണറുകളുണ്ട്, ഞങ്ങളിവിടെ രക്ഷപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വെളിയിലുള്ളവർക്ക് കഴക്കൂട്ടത്താണ് ഏറ്റവും കൂടുതൽ വികസനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴക്കൂട്ടത്ത് കുടിവെള്ളം കിട്ടാതെ 45 ദിവസമായി എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, തീർച്ചയായും 45 ദിവസമായിട്ട് കുടിവെള്ളം ഇല്ല. ഈ ടാങ്കറിൽ കൊണ്ടുവരാനുള്ള സമാന്തര മാർഗ്ഗങ്ങളും നടപ്പില്ല റോഡിന്റെ സാഹചര്യം ഇതായിട്ട്. തീർച്ചയായും. ഈ അസോസിയേഷനൊക്കെ പലതവണ പരാതി കൊടുത്തിട്ടുണ്ടോ ഈ ജനപ്രതിനിധിക്ക്? പരാതി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൗൺസിലറിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അവർ കാരണം പറയുന്നത്? കാരണം പലതും. ഇപ്പോൾ ഗ്യാസ് ലൈൻ്റെ പൈപ്പ് അതിൻ്റെ പരിപാടി പണി നടക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രെയിനേജിൻ്റെ പണി നടക്കുന്നു, വാട്ടറിൻ്റെ പണി നടക്കുന്നു. ഓരോരുത്തരും വന്ന് കുഴിക്കുന്നു, മൂടുന്നു. എന്താണെന്നുള്ള നമുക്കൊരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്താണ് സാഹചര്യം? റോഡ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലല്ലേ കിടക്കുന്നത്. നല്ല വഴിക്ക് പോയി കാണാൻ പാടത്ത് ഉഴുതിട്ടെടുക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ആരോഗ്യം നടക്കാൻ വയ്യ. ഒരു ഇതില്ല, പൊടിയും റോഡ് കിടക്ക്, ഒരു വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറഞ്ഞു മടുത്തിട്ടാണ് ഈ വായ മൂടി കെട്ടിയുള്ള പ്രതിഷേധം. പറഞ്ഞ് മടുക്കാം. യുവജനങ്ങൾ നടന്നു പോകണം എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാത്ത രീതിയിലുള്ള പണികൾ നടത്തുന്നു അവർക്ക് അത്യാവശ്യമുള്ള. എന്താ കാരണം പറയുന്നത് ഇങ്ങനെ വൈകുന്നതിന്? കാരണം കോൺട്രാക്ടർ ഇട്ടുകൊണ്ട് പോയി ഇടയ്ക്ക് എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് ഇട്ടുകൊണ്ട് പോയി പിന്നീട് വരുന്നവർ കോൺട്രാക്ട് എടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ MLA പറഞ്ഞിട്ട് അറിയാവുന്നത്. അത്ര നാളെ 5-8 വർഷത്തോളമായിട്ട് തടവിലിട്ട പോലെയാണ് കിടക്കുന്നത് ആളുകൾ. വീട്ടുകളിൽ നിന്ന് പുറമെ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാവുന്നത്. പുറത്തോട്ടിറങ്ങി പോകാൻ പറ്റേണ്ട ആളുകൾ സ്വന്തം വീടും സ്ഥലം ഉണ്ടായിരുന്നിട്ട് പുറത്തോട്ടിറങ്ങാണ്ട് മുമ്പിൽ വഴി അടച്ചിട്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. എന്താണ് എവിടെ താമസം? ഞാൻ തമ്പുരം. എന്താണ് വീടിന് മുമ്പിലൊക്കെ ഇത് റോഡിന്റെ അവസ്ഥ? ഇത് തന്നെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആളിന് നടന്നു പോകാൻ പോലും പറ്റൂല, വളരെ കഷ്ടതയാണ്. എത്ര നാളായി ഇങ്ങനെയായിട്ട്? വർഷങ്ങളായി. കുടിവെള്ളം മാസങ്ങളോളം കൊണ്ടില്ലായിരുന്നു. ഇപ്പൊ ഇതേ കണക്ക് പ്രശ്നങ്ങളായപ്പോഴാണ് വെള്ളം കിട്ടിയത്. ഒരു 20 ദിവസം 30 ദിവസം എടുക്കും ഈ ഒരു വാൽവ് അടച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം വരാൻ വേണ്ടി, ഈ റോഡിലോട്ട് കുടിവെള്ളം വരാൻ വേണ്ടി. വാൽവാണ് അടയ്ക്കണോ? അത് വാൽവാണെന്ന് നമുക്കറിഞ്ഞൂടെ, നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ആളല്ലേ. ചിലർ പറയുന്നുണ്ട് ഇവിടെ വൻകിട ഫ്ലാറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി തുറക്കുന്നുണ്ട്, അല്ല ഫ്ലാറ്റുകാർക്ക് ഇൻഫോസിന് അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ ടാപ്പടച്ച ഒരാഴ്ച മാക്സിമം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വാൽവ് പറയും. ജനങ്ങൾ എങ്ങനെയെങ്കിലും വെള്ളം പിടിച്ചു വെച്ച് അതെല്ലാം ക്ലിയർ ചെയ്യും. അവർ ഒരാഴ്ചത്തേക്കുള്ള വെള്ളം പുരിയും. ഒരു മാസം വരെയൊക്കെ വാൽവും കാര്യങ്ങളും ഇങ്ങനെ അടച്ചിട്ട് ഈ ജനങ്ങൾക്ക് വെള്ളത്തിന് നടക്കുന്നത് എങ്ങനെയെങ്കിലും നടന്നു പോകും. കുടിവെള്ളം വരെ അവർ മുട്ടിച്ചളയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിട്ടുണ്ട്? നമ്മളും രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, എങ്കിലും നമ്മൾ ഈ പൊതുവായ ഇതിൽ ഇങ്ങനെ ഇറങ്ങി എന്ന് വെച്ചാൽ നമുക്ക് അവസ്ഥ അതാണ്. ഈ കുടിവെള്ള പ്രശ്നമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. നമ്മളിവിടെ വാര് പ്രദേശങ്ങളാണ്, കിണറ്റിൽ പോലും നല്ല വെള്ളം കിട്ടൂല. കൊച്ചു കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റൂല, അതാണ് ആ വാര് പ്രദേശത്ത് ഈ കിണറ്റിൽ നല്ലൊരു വെള്ളം പോലും കിട്ടൂല. ബസ്സിൽ കയറി സിറ്റിയിൽ അവിടെ ജോലിക്ക് പോണ ഓരോ കാര്യം വളരെ കഷ്ടമായി. കാര്യം പറഞ്ഞാൽ ഇല്ല, അങ്ങനെ സംഭവം ഇവിടെ കുഴിവിള ബസ് കണ്ട കാലം മറന്നു. വർഷങ്ങളായി കുഴിവിളത്തോട്ട് ഒരു ബസ് കണ്ടിട്ട് വളരെ കഷ്ടതയായിരുന്നു. കൂലിപ്പണിക്കാരായ ഞങ്ങളെപ്പോലുള്ളവർ വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കും. സ്കൂൾ ബസ്സും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരെ പിള്ളേരെയൊക്കെ ഓരോരുത്തരെ കൊണ്ടാക്കിയിട്ട് അവർ അസ്ത്രം വിട്ടാണൊക്കെയാണ് ഓരോ ജോലിക്ക് പോകണം. അതിന്റെ ആക്സിഡന്റുകൾ വേറെ പലതും. കാര്യം കുട്ടികളെ സ്കൂളിൽ വിടാതെ ജോലിക്ക് പോകാൻ പറ്റും. കുടിവെള്ള ദൗർലഭ്യതയ്ക്കെതിരെയും ജനങ്ങൾ നേരിടുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്ന വായി മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഈ പദയാത്രയ്ക്കൊപ്പം പ്രതിഷേധിച്ച 2 പേരാണ്. ഇതാണ് സാഹചര്യം. അപ്പോൾ റോഡില്ലാത്ത അവിടുത്തെ അവസ്ഥയോ? വളരെ ബുദ്ധിമുട്ടാണ്. KSRTC ബസ് ഉണ്ടായിരുന്ന റൂട്ടാണ്. ഇപ്പോൾ 6 കൊല്ലമായി
ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും വയ്യ. സമരം തുടങ്ങിയതിനു ശേഷം MLA ഒക്കെ വിളിച്ചോ? ഇന്നലെ മിനിയാന്നൊക്കെ വിളിച്ചിട്ട് പറയില്ലേ ഈ കുറെ BJP-ക്കാരെയും കൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു BJP ഉണ്ടാ, നിങ്ങൾ കണ്ട? ഒരു BJP ഇല്ല. കറുത്ത കൊടിയും വെച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. അവരെ ആണ് ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നതെന്ന്. അവനെ കടകംപള്ളി സുരേന്ദ്രനെ ദ്രോഹിക്കാനാണ് ഇങ്ങനെ ഒരു സമരം. ഇത്രയും കാലം 18 വർഷമായിട്ട് റോഡ് ഇങ്ങനെ കിടന്നൊക്കെ ആർക്കും വേണ്ടാണ്. ഇപ്പം തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇറങ്ങിയത്. വെള്ളമില്ല, ഒരു മാസത്തിലൊരിക്കലാണ് കുടിവെള്ളം വരുന്നത്. ഞങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വെള്ളം മാറ്റാണ് ഇറങ്ങിയതുകൊണ്ടാണ്. നിവൃത്തിയില്ല, മടുത്ത് എന്ത് ചെയ്യുമെന്ന് പറ. ഒരു സ്കൂട്ടർ എടുത്തും കൊണ്ട് കടയിലൊന്ന് പോയിട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മറിഞ്ഞു വീഴും. അതാണ് സ്ഥിതി ഇവിടുത്തെ. ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാവും. ആരെങ്കിലും ശ്രമിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇത്തരത്തിലാണ് സാഹചര്യം. ഈ പദയാത്രയിൽ പങ്കെടുത്ത 2 പേരാണ്. അവർക്ക് ഈ പദയാത്രയ്ക്കിടെ പ്രായമായവരാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. അവരിപ്പോൾ ആംബുലൻസിൽ ഈ പ്രതിഷേധത്തിനൊപ്പം തുടരുകയാണ്. ടെക്നോ വാലി എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പുതിയ ഓമന പേര്. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോഴും സ്വപ്നം കാണുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാകുന്ന ഒരു ദിവസമാണ്. ഏതായാലും ഈ പ്രതിഷേധ പദയാത്ര ആദ്യഘട്ടമാണ്. ഇങ്ങനെ തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ആ സമരത്തിനൊപ്പം ഞങ്ങളും ഉണ്ടാകും ചോദിക്കാൻ.